ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ നല്ല അതിഭയങ്കരമായ ഒരു മഴ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങളുടെ ബാംഗ്ലൂരൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു. വലിയ കോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു മഴ, ഇടിഞ്ഞിറങ്ങുന്ന മഴയായിരുന്നു. ഒരു അരമുക്കാൽ മണിക്കൂർ നിന്ന് പെയ്തു. അരമുക്കാൽ മണിക്കൂറല്ല, അതിൽ കൂടുതൽ നേരം നിന്ന് പെയ്തു. അതുകൊണ്ട് നല്ല ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ഞാൻ എന്നും ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഈ ചൂടിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഇടയ്ക്ക് മഴ പെയ്തതുകൂടെ നമ്മൾ പറയണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടമുള്ളപ്പോൾ മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. എപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു, ഇവിടെ ബാംഗ്ലൂരിൽ ഭയങ്കര ചൂടാണ്, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ. പക്ഷേങ്കിൽ ഈ മഴ പെയ്തപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ, മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പായിട്ടുണ്ട്, ഇപ്പം ബാംഗ്ലൂരൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങിയെന്നൊക്കെ. ആ സന്തോഷം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. ചിലയിടങ്ങളിലൊക്കെ ഈ മഴ കിട്ടുന്നത് കൊണ്ട് ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നാട്ടിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യാത്ത സ്ഥലങ്ങളും ഉണ്ട്, നല്ല ചൂട് അനുഭവിക്കുന്നിടവും ഉണ്ട്. ഇവിടെ ബാംഗ്ലൂരിൽ പറയുവാണെങ്കിൽ എല്ലാ ഇടങ്ങളിലൊന്നും മഴ അങ്ങനെ പെയ്തിട്ടില്ല. ചില ഇടങ്ങളിൽ നന്നായിട്ട് മഴ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മുടെ ശരീരത്ത് ചെളി പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? ചെളിയിലൂടെ നടക്കാതിരിക്കണം. ചെളിയിലൂടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്ത് ആ ചെളി തെറിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അസ്വസ്ഥമായ ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടാതിരിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൂടെ കൂട്ടുന്ന ആൾക്കാർ എങ്ങനത്തെവരായിരിക്കണം. നമ്മുടെ മനസ്സിന് ധൈര്യം തരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ കൂടെ കൂട്ടാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് 100% അവരെ നമ്മുടെ കൂടെ കൂട്ടാം. പക്ഷേ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട്, എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ പല സമയങ്ങളിലും നമ്മൾ ജീവിതത്തിൽ നമ്മളത് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യാവുന്ന ചില സാഹചര്യങ്ങളിൽ നമ്മളെ ഒന്നും അല്ലാതാക്കി തീർക്കുന്ന ചില ആൾക്കാരുടെ ആ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടലിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെ കൂട്ടണം ആരെ കൂട്ടണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറച്ചൊരു തീരുമാനം ഉണ്ടാവണം. ഉറച്ച ഒരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഇടത്ത് നമ്മൾ എത്തത്തുള്ളൂ. നമ്മൾക്കൊരു ഉറച്ച തീരുമാനം ഇല്ലാതെ നമ്മളിങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിലുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ സാധിക്കത്തില്ല. ആരൊക്കെ എന്തെല്ലാം അഭിപ്രായം പറഞ്ഞാലും നമ്മൾ എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതേ സ്ഥാനത്ത് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പരാജയങ്ങൾ ജീവിതത്തിൽ നമ്മളുടെ നഷ്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നമ്മൾ പഠിക്കാൻ കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് സങ്കടങ്ങൾ വന്നാൽ കരയണം, മനസ്സ് തുറന്ന് കരയണം. പക്ഷേങ്കിൽ ആ കരച്ചിൽ സങ്കടം ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. ഈ സങ്കടവും ഈ കരച്ചിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലയിടങ്ങളിൽ തളർന്നു പോയി കഴിഞ്ഞാൽ തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മ ചെയ്താലും, നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ട് നമ്മൾ ജീവിച്ചാലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനെ കൊണ്ട് ഒരാളെങ്കിലും ഉണ്ടാവും. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് നമ്മൾ ഇടപെട്ടാലും, നമ്മൾ എത്ര സത്യസന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും കുറവ് കാണാത്ത ആൾക്കാരുണ്ടാകത്തില്ല. പക്ഷേങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വഴി സത്യസന്ധമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെയും ഒരു അഭിപ്രായത്തിന് നമ്മൾ കാത്തു നിൽക്കേണ്ട, മറ്റുള്ളവരുടെ ആരുടെയും ഒരു അപ്രിസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തിയാലും താഴ്ത്തിയാലും നമ്മളുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടുന്നത് നമ്മൾ മാത്രമായിരിക്കണം. നമ്മളുടെ കൂടെ പല ആൾക്കാരെ നമ്മൾ യാത്രയ്ക്ക് കൂട്ടുമ്പോൾ പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. ആ പല അഭിപ്രായം പറയുന്ന ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടുന്ന സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമാവട്ടെ. മറ്റുള്ളവർ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവയായി തീരാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. കാരണം നമ്മൾക്ക് ഈ ഭൂമിയിൽ ദൈവം തമ്പുരാൻ തന്നേക്കുന്നത് ഒരു ആയുസ്സാണ്. ആ ആയുസ് നമ്മൾ ജീവിച്ച് തീർക്കുമ്പം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്, നമ്മളുടെ സന്തോഷത്തിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.